സർവീസ് സെൻറ്ററിൽ നിന്ന് സർവീസ് കഴിഞ്ഞ ഉടനെ നേരെ വീട്ടിൽ കൊണ്ടിടുന്നതിന് പകരം ഏകദേശം ഒരു 10 കിലോമീറ്ററെങ്കിലും നിങ്ങൾ സർവീസ് കഴിഞ്ഞ് വാഹനം വീട്ടിൽ കൊണ്ടുവന്ന് പിറ്റേ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പം വാഹനം സ്റ്റാർട്ടാകുന്നില്ല. ഷോറൂമിൽ വിളിച്ചു, അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ വിളിച്ചു, ആൾ വന്ന് നോക്കിയപ്പോഴേക്കും പറഞ്ഞു ബാറ്ററി ഡൗൺ ആയി പോയതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പലരും എന്നെ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത് അവരെന്തെങ്കിലും മാൽ പ്രാക്ടീസ് ചെയ്ത് അഥവാ അവർ ബാറ്ററി മാറ്റിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം പലരും ചോദിക്കാറുണ്ട്. അതായത് നിങ്ങളുടെ വാഹനത്തിൽ വരുന്ന ബാറ്ററി, ഇപ്പം ഈ ഒരു വാഹനം ഏകദേശം 2 വർഷമായതാണ്, എന്നാൽ ഈ ഒരു ബാറ്ററി കാണുമ്പോൾ 2 വർഷത്തിലും പഴക്കമുള്ളൊരു ബാറ്ററി ആയിട്ട് നമുക്ക് തോന്നും. അത് പൊടിയും ചെളിയൊക്കെ പിടിച്ചിരിക്കുന്നുള്ളതുകൊണ്ടാണ്. പലരുടെയും സംശയം വരുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതെൻ്റെ ബാറ്ററി അല്ല, ഈ സർവീസ് സെൻറ്ററുകാർ മാറ്റിയതാണ്, അതുകൊണ്ടാണ് എൻ്റെ വാഹനം സ്റ്റാർട്ടാകാത്തത്. ഇങ്ങനൊരു കംപ്ലയിൻറ്റ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഹായ്, നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന ഈ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, സർവീസ് കഴിഞ്ഞ് വന്ന് ഈ പോർഷനൊക്കെ ചിലപ്പം അഴിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതെന്തുകൊണ്ട് അഴിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാറ്ററിയുടെ വാട്ടർ ലെവൽ കൃത്യമാക്കാൻ വേണ്ടിയിട്ടാണ് അത് അഴിക്കുന്നത്. പക്ഷേ അവിടെ പറ്റിപ്പോകുന്നൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിൽ പലരും തിരക്ക് കൂട്ടുന്ന വ്യക്തികളായിരിക്കും. അതായത് വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുകൊണ്ട് തന്നെ ഡിസ്റ്റിൽഡ് വാട്ടർ ഫില്ല് ചെയ്യുന്നു. ഡിസ്റ്റിൽഡ് വാട്ടർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനം ഏകദേശം ഒരു 10 തൊട്ട് 15 കിലോമീറ്റർ വരെ ഓടിച്ചിരിക്കണം. പക്ഷേ സർവീസ് സെൻറ്ററിലെ സമയം കുറവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ തിരക്ക് കൂട്ടൽ കൊണ്ടോ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരെത്രയും പെട്ടെന്ന് അത് തീർത്ത് വിടും. ഈ വാഹനം ചിലപ്പോൾ ഷോറൂമിൽ നിന്നും നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന കിലോമീറ്റർ ചിലപ്പോൾ 1, 1.5 അല്ലെങ്കിൽ 2 കിലോമീറ്റർ ആയിരിക്കും. ഈ 2 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ബാറ്ററി ചാർജ് ആകത്തില്ല. പിറ്റേ ദിവസം രാവിലെ നമ്മൾ നോക്കുന്ന സമയത്ത് ബാറ്ററി ഡൗൺ ആയ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഡൗൺ ആയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ വരുന്നൊരു പ്രശ്നം എന്താണ്, ഇവരെന്തോ പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇത് കുറഞ്ഞത്, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഈ ബാറ്ററി പോയത്, അല്ലെങ്കിൽ ഇതെൻ്റെ ബാറ്ററി അല്ല. നിങ്ങൾക്ക് അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ സർവീസ് മാനുവലിൽ വളരെ വ്യക്തമായിട്ട് ഈ ബാറ്ററി നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഓണേഴ്സ് മാനുവൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന ഏതെങ്കിലും ഒരു റെസിപ്റ്റിൽ ഈ വാഹനത്തിൻ്റെ ബാറ്ററി നമ്പർ ഉണ്ട്, അത് സർവീസ് സെൻറ്റർ ഷോറൂമിൽ തന്നെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇനി ആ ഒരു സംശയം വേണ്ട. ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, സർവീസ് സെൻറ്ററിൽ നിന്ന് സർവീസ് കഴിഞ്ഞ ഉടനെ നേരെ വീട്ടിൽ കൊണ്ടിടുന്നതിന് പകരം ഏകദേശം ഒരു 10 കിലോമീറ്ററെങ്കിലും നിങ്ങൾ ആ വാഹനം ഓടിച്ച് നോക്കിയിരിക്കണം. ഇതുകൊണ്ട് 2 ഗുണങ്ങളാണുള്ളത്. ഒരു സർവീസ് കഴിഞ്ഞ് ആ വാഹനം നിങ്ങൾ കുറച്ച് ദൂരം ഓടിച്ച് നോക്കുമ്പോൾ ആ വാഹനത്തിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ, എന്തെങ്കിലും ക്ലിയർ ആക്കാനുണ്ടോ, ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ടോ, ബാറ്ററി ചാർജ് ആവുന്ന കേസ്, ഇത്രയും ഒന്നിച്ച് നടക്കുന്നുണ്ട്. അതുകൊണ്ട് സർവീസ് സെൻറ്ററിൽ നിന്നും സർവീസ് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ കൊണ്ടിടുക എന്നുള്ളൊരു കോൺസെപ്റ്റ് മാറ്റി വെച്ചും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, വാഹനം കൃത്യമായിട്ടൊന്ന് ഓടിച്ച് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വാഹനം പ്രോപ്പറായിട്ടുള്ള കണ്ടീഷനിലാണോ, ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണോ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇതിലെന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇടുക. എല്ലാവരും കൂടെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്തേക്കാം.